എവിടെ പോവാ? തുടയ്ക്കാൻ പോറേ. ഞായറാഴ്ച തുടങ്ങിയാ എന്നെ ലച്ചു പറഞ്ഞിട്ടങ്ങ് കേട്ടാ മതി. മോൻ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോണ്ടിട്ട്. ശരി. കണ്ണടക്കി കണ്ണടക്കി. ഇനി ഞാൻ പറയുന്ന പോലെ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഞാനൊന്നും പറയണ്ട. ഈ വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങളുടെ കണക്കും എഴുതി വെക്കണം. വെള്ളം കുടിച്ചിട്ട് ഈ ഗ്ലാസ് അടുക്കള എല്ലാവരും കൊണ്ട് നോക്കും. നിന്റെ കെട്ടിയോട് കൊണ്ട് നോക്കും. എനിക്ക് അറിഞ്ഞൂടെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത്. പാറമ്മയുടെ വീട്ടിൽ പുതിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. ലച്ചു അവിടെ തറവാട്ടമ്മയായിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഭയങ്കര ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു സംഭവം, ബാക്കിയുള്ളവരിൽ നിന്നും തങ്ങളുടെ ഒരു അടിമയെ പോലെ കാണുന്ന ആ ഒരു സാധനം വന്നിരിക്കുകയാണ്. അപ്പം ആ ഒരു സാധനമാണ് എപ്പിസോഡിന്റെ പ്രമുഖർ ഫുള്ളായിട്ട് കാണിക്കുന്ന. എപ്പിസോഡിലും ആ ഒരു കോമഡി, ആ ഒരു എലമെന്റ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. ബാലുവച്ചൻ വരുവോ ഇല്ലെന്ന് ഒരുപാട് പേര് ഇങ്ങനെ കമന്റിലൊക്കെ ചോദിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഈ എപ്പിസോഡിലും വരുന്നില്ല ബാലുവച്ചൻ. ഈ എപ്പിസോഡിൽ വരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിലേക്ക് ബാലുവച്ചൻ്റെ എൻട്രി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ലച്ചു, കേശു, ഇവര് ഭവാനിയമ്മ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എപ്പിസോഡുകളൊക്കെ പോകുന്നത്. ശിവയില്ല പുതിയ എപ്പിസോഡിൽ. എന്തായാലും ഇനിയുള്ള വരുന്ന എപ്പിസോഡുകളിൽ അവർക്ക് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പുതിയ എപ്പിസോഡ് ഫണ്ണായിരിക്കും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ലച്ചുവിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ മീറ്റർ അനുസരിച്ചിരിക്കും അതിൻ്റെ എപ്പിസോഡ് ഏത് രീതിയിൽ പോകുന്നുള്ളത്. പ്രൊമോ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കഥകൾ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ട്.